ഒരു കൊല്ലം ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റു ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ആ കൊല്ലത്തേക്ക് കടക്കുക. ഞാനൊരു നല്ല മനുഷ്യനായിരിക്കും, ഞാനൊരു നല്ല വ്യക്തിയായിരിക്കും. ഇന്ന് ലോകത്തില്ലാത്തത് മനുഷ്യരാണ്. ആലോചിച്ചു നോക്കൂ. മനുഷ്യൻ എന്ന നിലയിൽ, മലയാളി എന്ന നിലയിൽ നമ്മൾ വലിയ മഹിമ പറയുന്നവരാണ്. വലിയ മഹത്തുക്കളായ മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ കാവ്യമെഴുതിയവരുടെ മണ്ണിൽ ജീവിച്ചു എന്ന് പറയുന്ന മലയാളിക്കേറ്റ കളങ്കമാണ് പാലക്കാടെ കന്നം തേടി വന്ന രാംനാരായൺ ഭയ്യ എന്ന സഹോദരനെ തല്ലിക്കൊന്ന മലയാളികൾ. ആൾക്കൂട്ട വിചാരണ ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് അന്നം തേടി വന്ന കുടുംബമുള്ള പറക്കുമുറ്റാത്ത പിഞ്ചുമക്കളുള്ള മനുഷ്യനെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് തല്ലിക്കൊല്ലുമ്പോൾ എന്റെയും നിങ്ങളുടെയും തലയാണ് കുനിയേണ്ടത്. അദ്ദേഹത്തിന്റെ മക്കൾ നാളെ പഠിക്കുന്നതും വായിക്കുന്നതും എൻ്റെ അച്ഛനെ മലയാളി തല്ലിക്കൊന്നു എന്നാണ്, എൻ്റെ അച്ഛനെ തല്ലിക്കൊന്നത് മലയാളിയാണ് എന്നാണ്. ലോകം മനോഹരമായ അധ്യാപനങ്ങളെ കേട്ട് ശീലിച്ച മലയാളത്തിന്റെ മണ്ണിൽ നിന്ന് നമ്മൾ ആരാണ്, നമ്മുടെ പൂർവികരാരാണ് എന്നാണ് നമുക്ക് ഈ പത്രാസുകളൊക്കെ ഉണ്ടായത്. ഇവിടെ നിന്ന് സിലോണിലേക്ക്, ബർമയിലേക്ക്, ഗൾഫിലേക്ക്, ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിവിധ ഇടങ്ങളിൽ കുടുംബം പുലർത്താൻ ഓടിപ്പോയി അന്നം തേടിപ്പോയവരുടെ ബാക്കിയല്ലേ നമ്മളൊക്കെ? പിന്നെ എവിടുന്നാണ് നമുക്ക് ഈ അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും വിചാരങ്ങൾ വന്നത്? ആ മനുഷ്യന്റെ ചോരയിൽ നമുക്കെല്ലാവർക്കും പങ്കുണ്ട്. ആ മനുഷ്യന്റെ ശരീരത്തോട് നമുക്കെല്ലാവർക്കും കടപ്പാടുണ്ട്. അദ്ദേഹത്തിന്റെ മക്കൾ നാളെ വായിച്ചു പഠിക്കുന്ന ചരിത്രം ഇങ്ങനെയായിരിക്കും: മലയാള മണ്ണ്, മലയാളം, കേരളം ഒരു മനുഷ്യനെ തല്ലിക്കൊന്നു, ആൾക്കൂട്ട വിചാരണ ചെയ്തൊരു മനുഷ്യന്റെ ജീവനെടുത്തു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ യുപിയിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ജാർഖണ്ഡിൽ നിന്നൊക്കെയാണ് വായിച്ചിട്ടുള്ളതെങ്കിൽ ഇതാ നമ്മുടെ മുമ്പിലും അത്തരം വാർത്തകൾ വരികയാണ്. അത്തരം വർഗീയതയുടെ വിഷലിപ്തമായ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യരെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ചാനലുകളിൽ പ്രതിസ്ഥാനത്ത് മുസ്ലിങ്ങളാണെങ്കിൽ മാത്രം മതത്തെയും വലിച്ചിട്ട് അവന്റെ കുടുംബത്തെയും വലിച്ചിട്ട് ചർച്ച ചെയ്യുന്ന ചില ഏർപ്പാടുകളുണ്ട്. പാലക്കാട്ട് ആൾക്കൂട്ട കൊലപാതകം നടത്തിയതിന്റെ പിന്നിലുള്ള ചേതോവികാരത്തെയും അതിനവരെ പ്രേരിപ്പിച്ച ആശയത്തെയും വിചാരണ ചെയ്യുക തന്നെ വേണം. എന്തുകൊണ്ടാണ് ഒരു കൂട്ടം മനുഷ്യരെ അവർ ചോദിക്കുക തു കിതറെ എവിടുന്നാണ് എന്ന് ചോദിക്കുകയും ബംഗ്ലാദേശിയാണ് എന്ന് അവർ തന്നെ ഉത്തരം പറയുകയും ചെയ്തിട്ടാണ് ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത്? ആ ആശയത്തെ, തന്റെ സഹോദരനെ, തന്റെ സഹജീവിയെ തല്ലിക്കൊല്ലുന്ന ഈ ആശയത്തെ വിചാരണ ചെയ്യാൻ നാട്ടിലെ മാധ്യമങ്ങളും മനുഷ്യത്വമുള്ള മനുഷ്യരുമൊക്കെ രംഗത്ത് വരണം. മനുഷ്യാവകാശങ്ങൾ പറയുന്ന ആളുകൾ അതിൽ മുന്നോട്ട് വരണം.